വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ മൊബൈലിലേക്ക് ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് അയാൾ ശ്രദ്ധിച്ചത്. അയാൾ നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ മരണപ്പെട്ട അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തിരക്ക് കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് സമയം ചെലവഴിക്കുന്നത് പിന്നീടേക്ക് നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? ചിലപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ഖേദത്തിന് കാരണമായേക്കാം. ഈ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ. തുർക്കിയിലെ ഇസ്താംബൂൾ എന്ന നഗരം. അവിടെ അന്ന് തിരക്ക് പിടിച്ച ഒരു സായാഹ്നമായിരുന്നു. തൊട്ടടുത്ത ദിവസം വനിതാ ദിനമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളോടൊത്ത് സമയം ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ്. കയാൻ എന്ന ചെറുപ്പക്കാരൻ റോഡിലൂടെ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. അയാളുടെ മനസ്സിൽ ഒരു ശൂന്യത. കാരണം തനിക്ക് സമയം ചെലവഴിക്കാനുള്ള തൻ്റെ പ്രിയപ്പെട്ട വനിത, തൻ്റെ അമ്മ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ്. വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ മൊബൈലിലേക്ക് ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വന്നത് അയാൾ കണ്ടു. അയാൾ ശ്രദ്ധിച്ചപ്പോൾ മരണപ്പെട്ട തൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെയിൽ വന്നിട്ടുള്ളത്. പെട്ടെന്ന് അയാളുടെ കൈകളൊന്ന് വിറച്ചു. വണ്ടി ഒരു വശത്തേക്ക് മാറ്റി നിർത്തി അയാൾ ആ മെയിൽ ഓപ്പണാക്കി. അയാളുടെ ഓർമ്മകൾ കഴിഞ്ഞ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ തലേ ദിവസത്തിലേക്ക് പോവുകയായിരുന്നു. അന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയാനോട് അയാളുടെ ഭാര്യ റീത്ത പറഞ്ഞു, നാളെ വനിതാ ദിനമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വനിതയുടെ കൂടെ നിങ്ങൾ നാളെ ദിവസം ചെലവഴിക്കണം. പെട്ടെന്ന് അയാൾ ആശ്ചര്യപ്പെട്ടു. ആരാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആ വനിത എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു വരുന്നത്? ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മറ്റാരുമല്ല, നിങ്ങളുടെ അമ്മ തന്നെ. അയാൾ പെട്ടെന്ന് അമ്മയെ ഓർത്തു. തൻ്റെ തിരക്ക് പിടിച്ച കോർപ്പറേറ്റ് ജീവിതത്തിനിടയിൽ അമ്മയെ പഴയതുപോലെ കാണാൻ അയാൾക്ക് സമയം കിട്ടാറില്ല. അയാൾ അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞു, നമുക്ക് നാളെ ഡിന്നർ നഗരത്തിലെ പ്രശസ്തമായ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാവും. അമ്മ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അവൻ അമ്മയെ നിർബന്ധിച്ചു. അമ്മ നാളെ എന്തായാലും എൻ്റെ കൂടെ വേണം. അങ്ങനെ പിറ്റേന്ന് അവൻ അമ്മയെ വീട്ടിൽ നിന്ന് കൂട്ടി ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. അമ്മ അന്ന് വളരെ മനോഹരമായി വസ്ത്രധാരണം ചെയ്തിരുന്നു. പതിവിലും സുന്ദരിയായി അമ്മയെ കാണപ്പെട്ടു. അമ്മ മകനോട് പറഞ്ഞു, നീ ഇന്ന് എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മ അന്ന് പതിവിലും സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ അവർ ആ ഹോട്ടലിലെത്തി ഭക്ഷണ മെനു കാർഡ് എടുത്തു. പ്രായമായത് കാരണം അമ്മയ്ക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായി. മകൻ പറഞ്ഞു, ഞാൻ വായിച്ചു തരാം. അങ്ങനെ ആ മകൻ ആ മെനു കാർഡ് എടുത്ത് വായിക്കുമ്പോൾ അമ്മ അവനോട് പറഞ്ഞു, ഇതുപോലെ ചെറുപ്പത്തിൽ നിനക്ക് വായിക്കാൻ ബുദ്ധിമുട്ടപ്പോൾ ഞാൻ ഒരുപാട് തവണ നിനക്ക് വായിച്ചു തന്നിട്ടുണ്ട്. അമ്മയെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരുപാട് സംസാരിച്ച് പിരിയുന്ന സമയത്ത് ആ അമ്മ മകനോട് പറഞ്ഞു, അടുത്ത വർഷവും നമ്മൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. മകൻ അമ്മയോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ വരാം. അങ്ങനെ അന്ന് അവർ അവിടെ നിന്ന് പിരിഞ്ഞു. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അന്ന് അവന് കിട്ടിയ ആ മെയിലെന്ന് പറയുന്നത് അടുത്ത വനിതാ ദിനത്തിന് ആ മകന് കിട്ടാൻ വേണ്ടി അമ്മ ഷെഡ്യൂൾ ചെയ്തു വെച്ച ഒരു മെയിലായിരുന്നു. ആ മെയിലിലുണ്ടായിരുന്നത് ആ ഹോട്ടലിൻ്റെ അടുത്ത വർഷത്തെ വനിതാ ദിനത്തിന് തൻ്റെ മകൻ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ക്ഷണവും അതിൻ്റെ എത്രയാണ് വരുന്ന തുക അത് അടച്ചുകൊണ്ടുള്ള റെസീറ്റുമായിരുന്നു. അവൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. അന്ന് അവൻ വീട്ടിലെത്തി ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് അവനും ഭാര്യയും ആ ഹോട്ടലിലെത്തി കഴിഞ്ഞ വർഷം അവനും അവൻ്റെ അമ്മയും ഇരുന്ന അതേ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകന് തൻ്റെ തൊട്ടുമുമ്പിലുള്ള സീറ്റിൽ അമ്മ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. ആ മകൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടക്കടൽ ഇരമ്പുകയായിരുന്നു. അമ്മയുടെ അവസാന നിമിഷ കാലഘട്ടങ്ങളിൽ തനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരല്പം സമയം പോലും ചിലവഴിക്കാൻ കഴിഞ്ഞില്ലോ എന്നുള്ള ഒരു സങ്കടം ആ മകനെ അലട്ടി. ഈ കഥ നമുക്ക് തരുന്നത് ഒരു ഗുണപാഠമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ പിന്നീടാവാമെന്ന് കരുതി നാം മാറ്റിവെക്കുന്ന ആ ഒരു സമയങ്ങൾ ഒരുപക്ഷെ നമുക്ക് പിന്നെ തിരിച്ചു കിട്ടണമെന്നില്ല എന്ന് ഈ കഥ നമ്മെ
ഓർമ്മപ്പെടുത്തുകയാണ്.